എന്തൊരു ഒടുക്കത്തെ മഴയാണിത്. ഇന്ന് സ്കൂളിൽ എത്തുമ്പോഴേക്കും നമ്മൾ കുളിക്കലുണ്ട് പാറോ. എന്നാ പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ ചേച്ചി? അതാ ഞാനും ആലോചിക്കുന്നേ. ഇന്നിപ്പോ പോയില്ലേലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇന്ന് സ്പോർട്സ് ഡേ അല്ലായിരുന്നോ? ഈ മഴയത്ത് എങ്ങനെയാണ് സ്പോർട്സ് ഒക്കെ നടത്തുക? നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാല്ലേ? അമ്മ വഴക്ക് അറിയോ? ഓ, അമ്മ എന്തിനാ വഴക്ക് പറയുന്നേ? ഈ മഴ മൊത്തം കൊണ്ടുപോയാലായിരിക്കും അമ്മ വഴക്ക് അറിയാം. അല്ലെ തന്നെ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് നിങ്ങൾ പോകുന്നുണ്ടോന്നല്ലേ അമ്മ ചോദിച്ചുള്ളൂ. എന്നാ പിന്നെ ചേച്ചി നമുക്ക് വീട്ടിൽ പോവാതെ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? കറങ്ങാനാ? അത് ഈ മഴയത്ത് എവിടെ പോയി കറങ്ങാനടി? അത് പിന്നെ ചേച്ചി ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നതേ അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇന്നലെ രാത്രി പണി കൊടുത്തില്ലേ അച്ഛമ്മയ്ക്കും മിലിമോൾക്കും? രണ്ടുപേരും നമ്മളെ വെയിറ്റ് ചെയ്യായിരിക്കും. നമുക്കിട്ട് എന്തെങ്കിലും തിരിച്ചടി അവർ തരുന്നുള്ള കാര്യം ഉറപ്പാ. അതിനിപ്പോ അവരെന്ത് ചെയ്യാനാ? അമ്മയും അച്ഛനൊക്കെ ഇല്ല അവിടെ. പിന്നെ ഇപ്പൊ അവര് നേരിട്ടൊന്നും ചെയ്യില്ലല്ലോ. നേരിട്ട് ചെയ്യണ്ട, പക്ഷെ അവരെന്തെങ്കിലും പാര ഒപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാ. വൈകുന്നേരമായിട്ട് വീട്ടിലേക്ക് പോവാണേലേ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് അധികം ടൈം കിട്ടൂലല്ലോ. എന്തായാലും ഇന്നലെ നല്ല രസമായിരുന്നു അവരുടെ ഓട്ടൊക്കെ കാണാൻ. അല്ലേ പാറു? രണ്ടുപേരും ശരിക്കും വിചാരിച്ചത് പ്രേതാന്നാ. അതെ, പിന്നെ എങ്ങനെയാ അവര് നമുക്കിട്ട് പണിയാ? അല്ല എങ്ങനെ അവർക്ക് മനസ്സിലായെങ്കിലോ എന്ന് ഓർത്തിട്ടാ ഞാന്. ഓ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും അച്ഛമ്മയ്ക്കും ഇല്ല, മിലിമൊക്കെ ഒട്ടുമില്ല. എന്നാ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിലേക്ക് തന്നെ പോവാല്ലേ ചേച്ചി? നീ നടക്ക്. ഓ, മേലെ മുഴുവൻ നനഞ്ഞുള്ള പാറു. തണുത്തിട്ട് വയ്യ. ഈ അമ്മ എവിടെ പോയിരിക്കാ? എത്ര നേരം വിളിക്കുന്നത്? അമ്മേ, അമ്മേ, അമ്മ ഒന്ന് പെട്ടെന്ന് വാ, തണുത്തിട്ട് വയ്യ. ഓ, ഈ മഴയത്ത് നിങ്ങൾ എന്തിനാ സ്പോർട്സിന്റെ പരിപാടിക്ക് പോയത്? അല്ല നിങ്ങൾ പോവല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഞങ്ങൾ പോവുണ്ടോന്ന്. അമ്മയ്ക്ക് ഞങ്ങളോട് പോണ്ടെന്ന് പറഞ്ഞിടേനോ? ഞങ്ങൾ പോവേനിയോ? ഈ മഴയൊക്കെ നനിയനോ? പനി അടിക്കുക ഞങ്ങൾക്ക് നാളത്തേക്ക്. വേഗം പോയി ഇങ്ങോട്ട് ബാത്റൂമിൽ കയറിയിട്ട് കുളിച്ചിട്ട് വാ. തലയൊക്കെ നനഞ്ഞണി. എന്തായാലും ഒന്നുകൂടി നനച്ചാള്. എന്നിട്ടേ നല്ലോണം തോർത്ത് ഞാനേ നല്ല ചൂട് ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാം. എന്നാ പിന്നെ പനിയൊന്നും പിടിക്കൂല. ഇനിയിപ്പോ വീണ്ടും കുളിക്കണോ? തല അനച്ചില്ലേലും കുഴപ്പമില്ല. എന്നാ മേലൊക്കെ കഴുകിയിട്ടേ തല നന്നായിട്ട് തോർത്ത് കേട്ടാ. ഞാനും തല എനിക്കില്ല കേട്ടോ. ഈ അല്ലേലും എന്നാ തല എനിക്കലുള്ളത്? തലയിൽ സാധനം കെട്ടിക്കൊണ്ട് പോരല്ലേ? നാളത്തെ ഓർമ്മയിലേക്ക് അതുപോലത്തെ കളി കളിക്കണ്ട. ഇന്ന് രാവിലെ കുളിച്ചിട്ടില്ലെങ്കിൽ നല്ലോണം കുളിച്ചുകൊണ്ട് പോന്നാ മതി. നീ കുറെ നേരം ഇവിടെ കുത്തിരിക്കേണ്ട രണ്ടാവടി. വേഗം പോയി കുളിച്ചു വന്ന പനി പിടിപ്പിക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങി തിരിച്ചിരിക്കുക. എന്താ മഴ ഇങ്ങനെ പെയ്യുന്നത്? ആവശ്യത്തില് മഴയല്ലേ മക്കളെ, ഇങ്ങനെ തന്നെയാ പെയ്യാട്ടോ. അപ്പൊ ഈ മാസം കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യില്ലമ്മേ? അതൊക്കെ മഴേന്റെ ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ടുള്ള പോലത്തെ കാലാവസ്ഥയൊന്നുമല്ലല്ലോ. തോന്നുമ്പോല്ലേ മഴ വരുന്നതും വെയിൽ വരുന്നതൊക്കെ. അതുകൊണ്ട് ഇനി നിങ്ങൾക്കൊക്കെ അനങ്ങുമ്പോഴത്തേക്കും ജലദോഷവും പനിയൊക്കെ വരുന്നത്. ഇനി ഇവിടെ ഇരുന്നു ഇരിപ്പുറപ്പിക്കാതെ വേഗം ചെല്ലേ. നീ പറഞ്ഞില്ലേ ബാത്റൂമിൽ ചൂടുവെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ വേഗം ചെല്ലേ. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. ചൂടുവെള്ളം ഉണ്ടാക്കിനമ്മേ? എന്നാ ഞാൻ വേഗം പോയി കുളിക്കട്ടെ. എനിക്ക് വേണം ചൂടുവെള്ളം. ആ, 2 പേർക്കുണ്ട്. വേഗം ചെല്ലേ. ആദ്യം ഞാൻ കുളിച്ചിട്ട് വരാം. അതുവരെ നീ ഇവിടെ നിൽക്കുക. അയ്യടാ, അതങ്ങനെ ശരിയാവും. എനിക്ക് തണുത്തിട്ട് വയ്യ. ഞാൻ ആദ്യം കുളിക്കുക, എന്നിട്ട് ചേച്ചി കുളിച്ചാൽ മതി. ഓന്റെ പാറോ, നിനക്ക് കുളിക്കാനാണ് ഒത്തിരി സമയം വേണം. അതുവരെ ഞാൻ ഇവിടെ കാത്തുന്നാലേ ഞാൻ തണുത്ത് ചത്തുപോകും. അതുകൊണ്ട് ഞാൻ ആദ്യം കുളിക്കാം, എന്നിട്ട് കുളിച്ചാൽ മതി. നീ നിനക്ക് ഒരുപാട് സമയം വേണം. ഞാൻ പെട്ടെന്ന് കുളിച്ച് കഴിയും. ചേച്ചി ഞാൻ ആദ്യം കുളിക്കും. ഞാനാ ചെറിയ കുട്ടി, എനിക്കാണ് പനി ആദ്യം വരിക. അതുകൊണ്ട് ഞാൻ വേഗം കുളിക്കും. പാറു പറഞ്ഞങ്ങോട്ട് കേട്ടിട്ട് എനിക്ക് തീരെ അനുസരണല്ലോ. ഞാൻ അമ്മനെ പോ വിളിക്കും. അമ്മേ, അമ്മേ, അമ്മ ഒന്ന് വേഗം വന്നേ. ഈ പാറു നോക്കി ചുമ്മാ വഴക്കുണ്ടാക്കുക. തുടങ്ങി രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് വന്ന് കയറിയിട്ടേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് തുടങ്ങി. ഇതാ ഞാൻ പറയുന്നത്. ശനി ഞായറും കൂടി സ്കൂളിൽ ഉണ്ട്. എനിക്ക് അത്രയും നന്ദിന്ന്. എന്താ തടി പാറു പ്രിയെ? അങ്ങോട്ട് വന്ന് കയറിയിട്ടല്ലോ സ്കൂളിന്. അതിന് മുന്നേ ഇവിടെ തടിയായ അമ്മ നോക്ക്. ഞാൻ കുളിച്ച് വേഗം ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഇവള് സമ്മതിക്കുന്നില്ല. ഇവക്ക് എന്നെ ആദ്യം കുളിക്കണമെന്ന്. അമ്മ എപ്പോഴും ചേച്ചിയല്ല ആദ്യം കുളിക്കുന്നത്. എനിക്കാണ് തണുത്തിട്ട് വയ്യ. എനിക്ക് ഇപ്പൊ തന്നെ പനി വരുന്നുണ്ട്. പാറു ആദ്യം ചേച്ചി കുളിച്ചോടെ. എനിക്ക് എത്രയോ സമയം വേണം. അതുവരെ ചേച്ചി ഇവിടെ കാത്തുക്കണ്ടേ? ഓള് വേഗം കുളിച്ച് ഇറങ്ങും. അത് ശരി. അപ്പൊ അമ്മ ചേച്ചിയുടെ ഭാഗമാണല്ലേ? വെറുതെ ചേച്ചിക്ക് ഇത്ര അഹങ്കാരം. ഒന്നുമില്ലല്ലോ. അമ്മയുടെ ചെറിയ മോൾ ഞാനല്ലേ? എന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര പക്ഷപാതാണ് ഇപ്പൊ. അമ്മയ്ക്ക് ചേച്ചിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ ആർക്കും ഇഷ്ടമല്ല. അതൊക്കെ ഇപ്പഴാ മനസ്സിലായത്. ഞാനേ അമ്മന്റെ പൊന്നു മോളാ. അമ്മയ്ക്ക് ആദ്യമായിട്ട് ജനിച്ച കുട്ടി ഞാനാ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇന്ന ഇഷ്ടാ. പിന്നെ എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാ അച്ഛൻ. അമ്മേ, അമ്മ കേൾക്കുന്നില്ലേ ചേച്ചി പറയുന്നേ? തവിട് കൊടുത്ത് വാങ്ങിയതാ. ഇന്നല്ലല്ലോ ചേച്ചിയല്ലേ തവിട് കൊടുത്ത് വാങ്ങിയേ? രണ്ടിനും നല്ല തല്ലിക്കെടുത്തത് കിട്ടും. എടി പ്രിയ വേഗം പോയി കുളിച്ചിട്ട് വാ. ശരി അമ്മ, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. ലവ് യു അമ്മ. ഉമ്മ. അമ്മ എപ്പോഴും ഇങ്ങനെയാ ചേച്ചിയുടെ കൂടെ എല്ലാത്തിനും നിൽക്കുക. ചേച്ചി പറഞ്ഞിട്ടില്ല എന്നെ തവിട് കൊടുത്ത് വാങ്ങിയത്. അമ്മയുടെ ചേച്ചിനെ ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ എന്റെ പാറു, ചെറിയ മക്കളെ മാതിരി ഇങ്ങനെ കരയില്ല. ഒന്നുമില്ല, 7ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. എന്നെ അല്ലാണ്ട് ചേച്ചീനെ തവിട് കൊടുത്ത് വാങ്ങിയത്. എന്താ സമാധാനായ? അയ്യോ പാറു, അമ്മ കള്ളത്തിന് പറയട്ടോ. അമ്മേ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. എന്നെ തന്നെ തവിട് കൊടുത്ത് വാങ്ങിയത്. അമ്മേ, എടി പ്രിയെ വായ അടച്ചു വെച്ച് ഈ കുളിക്കുന്നുണ്ടെ കുളിച്ചുകൊണ്ട് ഇറങ്ങി വന്നോ. ഇല്ലെങ്കിൽ എന്റെ കാലിയെ തല്ലി ഒടിക്കും. പറഞ്ഞേക്കാം. അവളൊരു തവിട് കൊടുത്ത് വാങ്ങലുകാരി വന്നിരിക്കുന്നത്. ഇനി മേലെ ഇവിടെ തവിടിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാല്. പാറു ഈ കരയുണ്ട. ചേച്ചി എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട് എങ്ങനെയൊക്കെ പറയുന്നത്. എന്നാ അമ്മ ചേച്ചിനെ തല്ലണോ? എന്നാ മാത്രമേ അമ്മനോട് കൊണ്ടുള്ളൂ. ഇനി ആയിക്കോട്ടെ, ഇങ്ങോട്ട് പുറത്തിറങ്ങട്ടെ. നാളെ ഞാൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അല്ലല്ലോ ഒക്കെ ഒത്തിരി അഹങ്കാരം കൂടുന്നുണ്ട് ഈയിടെയായിട്ട്. എടി ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾക്ക് അമ്മ 4 എണ്ണം തരും. വലിയ മട്ടൽവടി ഇവിടെ എടുത്ത് വെച്ചേ. ഇവിടെ ഇറങ്ങി വാടി. ധൈര്യം ഉണ്ടല്ലേ? ഓ, അപ്പോഴേക്കും നീ സ്റ്റാർട്ട് ആയില്ലേ? എനിക്ക് വയ്യ. 2നെ കൊണ്ട് ഞാൻ തോറ്റി. എങ്ങനെങ്കിലും എല്ലാ ദിവസവും 24 മണിക്കൂർ ഒന്ന് സ്കൂൾ ഉണ്ടായാൽ മതിയേരി. അത്ര നേരം ഇവിടെ സ്വൈര്യം കിട്ടുമല്ലോ. ഇതുങ്ങളെ കൊണ്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല. രാവിലെ പോയി ഇങ്ങോട്ട് വരുന്നവരെ ഇവിടെ അനക്കൂല. അപ്പൊ ഒന്ന് കേറിയാലോ. കാക്കക്കൂട് കല്ലെറിഞ്ഞ മാതിരിയാണ്. അത് അമ്മ ചേച്ചിയുടെ ഉദ്ദേശമല്ലേ പറഞ്ഞേ? ചേച്ചിനെ കാണാൻ കാക്കേനെ പോലെ അല്ലേ അമ്മേ? ഓ, നീ എന്നെ കാക്കേനെ പോലെ അല്ലേ? കാക്കേനെ പോലെ അല്ലേ? എന്റെ ചുണ്ട് അതല്ലേ ലിപ്സ്റ്റിക്
ബോക്സിലെ ലിപ്സ്റ്റിക് ഒളിപ്പിച്ച് വെക്കുന്നത് ഞാനല്ല ചേച്ചിനെയാണെന്ന് എനിക്കറിയാം. ഞാൻ അമ്മേനോട് പറയണ്ടേ വിചാരിച്ചിട്ടാ. പിന്നെ എനിക്കങ്ങനെ ലിപ്സ്റ്റിക് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ലടി. എന്റെ ചുണ്ടേ തത്തച്ചുണ്ട് പോലെയെന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറ്. പിന്നെ തത്തച്ചുണ്ട് ഓരോന്ന് തത്തേനെ കണ്ടു കാണൂല. ആയിക്കോളി, നിങ്ങൾ രണ്ടാളുടെ എന്താന്ന് വെച്ചാൽ ആയിക്കോളി. ഞാൻ അടുക്കളയിൽ പോവാ, എനിക്ക് പിടിപ്പത് പണിയുണ്ട്. നിങ്ങൾക്ക് രണ്ടാ കൂടി മധ്യസ്ഥത വയ്ക്കാൻ വന്നാലേ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഒരിട്ടി വീഴുന്നാന്. ഇപ്പൊ ആരൊക്കെ എന്നോട് അസൂയല്ലടി. പിന്നെ എന്ത് കണ്ടിട്ടാണ് ചേച്ചിനോട് അസൂയ ഉണ്ടാവണ്ടേ? പഠിക്കല്ല, ഏകരമില്ല, വിവരമില്ല, ഒരു രസമില്ല ചേച്ചിനെ കാണാൻ. ചേച്ചിന്റെ ക്ലാസ്സിലുള്ള വന്ദനനെ കാണാൻ എന്തൊരു ഭംഗിയാണ്. എനിക്ക് വന്ദനനെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അയ്യോ ഓളെ വീട്ടിൽ പോയി എന്തിനാ എന്റെ വീട്ടിൽ നിൽക്കുന്നത്? എന്നിട്ട് ചേച്ചിയുടെ വീടൊന്നല്ല, അത് എന്റെ വീടാണ്. ഞാൻ കുളിച്ചങ്ങോട്ട് ഇറങ്ങിട്ടേ കാണിച്ചതൊക്കെ ആര് വീടാണ്. കാണിച്ചേരാ ഞാനും ഇവിടെ ഇറങ്ങി വാദ്യം. എന്നിട്ടില്ല പാറു, ആ മിസ്സില്ലേ ക്ലാസ് കഴിഞ്ഞ് പോയപ്പല്ലേ കുട്ടികളൊക്കെ ഇരുന്ന് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിൽ അനന്യല്ലേ ചേച്ചിയെ, അതുപോലല്ലേ ഓള് നാളെ പുതിയൊരു ബാഗും കൊണ്ട് വന്നിട്ടോ. അവളെ മാമ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നാന്ന് പറഞ്ഞിട്ട് കുട്ടികളെ മുന്നിൽ കൂടെയൊക്കെ ബാഗ് ഇട്ടിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഭയങ്കര ഫാഷൻ പരേഡായി. അവസാനല്ലേ ഓളാടെ ചന്തികുത്തി വീട് കഴിഞ്ഞപ്പോ എന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഭയങ്കര ചിരിയായിരുന്നു. അത് കൈ കൊട്ടി കൂക്കി വിളിച്ചിട്ട് ഓള് പിന്നെ ആകെ നാണം കെട്ട്. അല്ലെങ്കിൽ ഓളെ എന്നും തള്ളാനായിട്ട് വരില്ല. ഓളെ അമ്മാവൻ ഗൾഫിലാട്, ഓളെ അപ്പച്ചി UK-ലാണെന്ന് പറഞ്ഞിട്ട് അതോടുകൂടി ഓളെ തള്ളല് തീർന്നു കിട്ടി. നാളെ സ്കൂളിൽ പോകുമ്പോ നമുക്ക് കുറച്ച് നേരത്തെ പോകാൻ ചേച്ചി. ഞാൻ കാണിച്ചോളൂ വീട് സ്ഥലമൊക്കെ. കുറച്ച് നേരത്തെ മുന്നേ ഇവിടെ എന്തേനി അങ്കവിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ഇനിയല്ലോ. ഇപ്പൊ ഭയങ്കര യോജിപ്പിലായല്ലോ നിങ്ങള്. കൊറേ അലക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പുഴയിൽ പോവാന്ന് വിചാരിക്കുക കുളിക്കാൻ. നിങ്ങൾ രണ്ടാളും വരുന്നുണ്ടോ? പുഴയിലോ? അന്ന് ഒരുപാട് അലക്കാനുണ്ട്. പുഴയിലാകുമ്പോ പെട്ടെന്ന് ഒരു കയ്യും പണി. ഞങ്ങൾ വരുന്നുണ്ടോന്നോ? ഞങ്ങൾ ഇപ്പൊ വന്നു ചോദിച്ച പോരമ്മേ. അതിന് എത്ര നാളെ അമ്മേനോട് പുഴയിലൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്. ഞാൻ വേഗം റെഡി ആയിക്കോളി. മഴയൊക്കെ പോയമ്മേ? മഴയൊക്കെ എപ്പോഴോ കഴിഞ്ഞ്. പിന്നെ ആടെ വന്നിട്ട് വെള്ളത്തിൽ വല്ലാണ്ട് കളിക്കാനൊന്നും നിൽക്കണ്ടോ. ഒന്ന് ഓൾറെഡി നിങ്ങൾ മഴയൊക്കെ നനഞ്ഞാണ് വന്നത്, ഞാൻ പറഞ്ഞേക്കാം. ഇല്ലമ്മേ ഇല്ല. ആയിക്കോട്ടെ, എന്നാ ഞാൻ മോളിലുള്ള ഡ്രസ്സും കൂടി എടുത്തിട്ട് വരാം. ശരി അമ്മ. ചേച്ചി നമുക്ക് അടിച്ചു പൊളിക്കല്ലേ പുഴയില്? പിന്നെ പുഴയെന്ന് മീൻ പിടിക്കാ, പുഴയില് നീന്താ. എന്ത് രസമാറു. എത്ര കാലായില്ല നമ്മള് പുഴയിൽ പോയിട്ട്. നമുക്ക് പണ്ടത്തെ പോലെ അച്ഛമ്മേന്റെ ഉരുളി എടുത്ത് പോയാലോ? എന്നാലേ നല്ല രസമായിരിക്കും. അതിന് അച്ഛമ്മ സമ്മതിക്കും ചേച്ചി. അച്ഛമ്മ തരൂലത്. അച്ഛമ്മ തരണ്ടടി, നമുക്ക് കട്ടെടുത്ത് പോവാം. അത് ശരി, എല്ലാരോടും പുഴയിൽ പോയി രസിക്കാനുള്ള പരിപാടിയാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. പ്രേതത്തിനെ കണ്ട് പേടിച്ച് ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുത്തപ്പോഴേക്കും നിങ്ങളൊക്കെ കൂടി അങ്ങ് ജോലി അടിക്കാൻ തീരുമാനിച്ചല്ലേ. അങ്ങനെ ഈ മിലിമോളെ കൂട്ടാതെ നിങ്ങൾ ആരും സന്തോഷിക്കാന്ന് വിചാരിക്കണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. അത് നിങ്ങൾക്ക് അമ്മമ്മേന്റെ ഉരുളിയും വേണല്ലേ? അല്ല പാറു, ഒന്നാത്ത പോലെ അമ്മമ്മ ഓടി വരുമോ ഉരുളി എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ്? നാളെ വന്നിട്ട് എന്താ അമ്മമ്മേനല്ലേ വെള്ളത്തിൽ വീണത്? അതുപോലെ തന്നെ നമുക്ക് ഒഴുക്കി വിടാം അമ്മമ്മേനെ. പറ്റിക്കാൻ മിലിമോളെ കൂടി ഒഴുക്കി വിടാം. അതോടുകൂടി രണ്ട് ശല്യങ്ങൾ ഒരുമിച്ച് തീർന്നിട്ടു. പിന്നെ അന്നുള്ള പോലെ ഒന്നല്ല, അപ്പൊ നല്ല ഒഴുക്കുണ്ട്, മഴക്കാലായില്ലേ. എന്നാലേ നമുക്ക് പോയിട്ട് ആ ഉരുളി എടുത്തോണ്ട് വന്നാലോ? അമ്മ കാണുന്നതിന് മുന്നേ നമുക്ക് അത് എടുത്ത് മുന്നിൽ വെക്കാം. ഇല്ലെങ്കിൽ പിന്നെ അമ്മ സമ്മതിക്കൂല.